ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വലേറിയൻ ചക്രവർത്തിയുടെ മതപീഡനകാലം. സിക്സ്റ്റസ് ദ്വിതീയൻ പാപ്പ അന്ന് ബലിയർപ്പിക്കുമ്പോൾ സഹായിയാണ് ലോറൻസ്. ഡീക്കൻ പട്ടം നൽകി പിതാവ് അവനെ തന്റെ ബലിയിൽ സഹായിയായി നിയമിച്ചു. മാത്രമല്ല, റോമയുടെ സഭയുടെ എല്ലാ സമ്പത്തും കൈകാര്യം ചെയ്യാൻ അനുവദിച്ചു. അടുത്ത വർഷം വലേറിയൻ ചക്രവർത്തി പാപ്പായെ അറസ്റ്റ് ചെയ്തു. കൊലക്കളത്തിലേക്ക് നീങ്ങുമ്പോൾ ലോറൻസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവെ, എന്നെ തനിയെ ഇട്ടിട്ട് പോകരുതേ. പിതാവ് പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ നീ എന്നെ അനുഗമിക്കും. എന്നാൽ സഭയുടെ സ്വത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്യുക. ലോറൻസ് തിരിച്ചുപോയി. സ്വർണം ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും ദരിദ്രരെ വിളിച്ച് പങ്കിട്ടു. എന്നാൽ റോമൻ പ്രീഫെക്റ്റ് പണം തേടി അവിടെ എത്തി. ഒന്നുമില്ല. കോപിഷ്ഠനായി ലോറൻസിനെ അറസ്റ്റ് ചെയ്തു. ഇരുമ്പ് തകിടിൽ കിടത്തി നഗ്നനാക്കി. അടിയിൽ തീ കൊടുത്തു. ഒരു വശം പൊള്ളി കരിഞ്ഞപ്പോൾ ലോറൻസ് വിളിച്ചു പറഞ്ഞു, ഇനി തിരിച്ചു കിടത്തുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാള്? റോമാലേഖനം 9-ാം അധ്യായം 35-ാം തിരുവചനം. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും സഹിക്കാനുള്ള കൃപ നിറയ്ക്കണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.